ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അന്നമോളുടെ അംഗൻവാടിയിലെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പം ഞാനും അന്നമോളും റെഡി ആയതിന് ശേഷം കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുപാവാടയൊക്കെ ഇടാൻ പറ്റുന്നവർ മാക്സിമം അത് തന്നെ ഇടണം കേട്ടോ എന്ന്. അങ്ങനെ അന്നമോൾക്ക് നമ്മൾ പട്ടുപാവാടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പട്ടുപാവാട കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതേ ഇപ്പം തന്നെ നമ്മൾ നോക്കി നിൽക്കണുണ്ടോ. അങ്ങനെ അന്നമോളെ കുളിപ്പിച്ചൊക്കെ നമ്മൾ പട്ടുപാവാടയൊക്കെ ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ? എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, കടയിൽ വെച്ച് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവളെ ഇടിപ്പിച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നല്ല രസമുണ്ട് അവളെ കാണാൻ. പിന്നെ അതേ ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ട സാരിയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ഉടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ഉടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിൽ എത്തിട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും ഇവർ പൂക്കളൊക്കെ ഇടാനുള്ള തിരക്കിലായിരുന്നു. പൂക്കളൊക്കെ അരിഞ്ഞും പിടിച്ചൊക്കെ ഏകദേശം പൂക്കളൊക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി. പിന്നെ ഇവരെല്ലാവരും കൂടി ചുറ്റിനും നിർത്തി നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി. പക്ഷെ അറിയാലോ, കുഞ്ഞു മക്കളാണ്, പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അകത്ത് വന്നപ്പോഴേക്കും ടീച്ചേഴ്സൊക്കെ ഡ്രസ്സൊക്കെ മാറാൻ പോയി. അപ്പം അന്നാമ്മി ജയമാമൻ്റെ മടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും അന്നാമ്മയും കൂടി കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അന്നാമ്മി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, പായസം എപ്പോഴാണ് കിട്ടുന്നത് മമ്മി, പായസം എപ്പോഴാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നാമ്മയ്ക്ക് ഇതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ. പിന്നെ സമയം കളയാതെ തന്നെ പിള്ളേരുടെ ഗെയിംസ് ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ മിഠായി പറക്കലായിരുന്നു ആദ്യം. മിഠായിക്ക് പകരം കപ്പലണ്ടി ആയിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തത്. അന്നാമ്മി ആണെങ്കിൽ കുറച്ച് ഇറങ്ങിയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് വാരി വാരി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഗെയിം മനസ്സിലായി വന്നപ്പോഴേക്കും പുള്ളിക്കാരത്തേക്ക് അത് കിട്ടണമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മലയാളി മങ്കയും മങ്കനെയും തിരഞ്ഞെടുക്കുന്ന ഇതായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഇത് ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു കുട്ടിക്കായിരുന്നു കേട്ടോ കിട്ടിയത്. പിന്നെ മലയാളി മങ്കയായിട്ട് തിരഞ്ഞെടുത്തത് അന്നാമീനെ ആയിരുന്നേ. അപ്പോൾ അതാണ് ജയമാമൻ തുറന്നു വായിക്കണത്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നമോളെന്ന് കണ്ടപ്പോൾ തന്നെ ജയമാമൻ പൊത്തി പിടിച്ചേ. പിന്നെ അന്നമോളാന്ന് പറഞ്ഞപ്പോൾ അന്നമോൾക്ക് ഭയങ്കര നാണൊക്കെ ആയിട്ടാ. പിന്നെ കുറച്ച് നേരം പിള്ളേരോട് ഇങ്ങനെ നടന്നു വരാ, റീലൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഒറ്റണം മര്യാദയ്ക്ക് നടന്നിട്ടില്ല കേട്ടോ. ഇത് അന്നമോളുടെ കൂട്ടുകാരി പാറുവാണ് കേട്ടോ. ഇവർ ഭയങ്കര കൂട്ടാണേ. പിന്നെ ഇവരുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് കസേരകളി നടന്നു കേട്ടോ. പക്ഷെ കസേരകളി നടക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ടീച്ചർ ഇത് ഓൺ ആക്കാൻ മറന്നുപോയി. ഈ ലാസ്റ്റ് ഭാഗം മാത്രമാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുഞ്ഞുങ്ങളുടെ ബോൾ പാസിങ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. കാരണം കുഞ്ഞുങ്ങൾ ബോൾ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു കണക്കിന് ഗെയിമൊക്കെ ഒന്ന് റെഡിയാക്കി എത്തി. അതിലൊരു വിന്നറിനെയും കിട്ടി. അതിലെ വിന്നറാണ് കേട്ടോ ഈ തലയിൽ പൂവൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഏഞ്ചല്. സെലിബ്രേഷൻ അല്ല, ഇനി എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഞാൻ ഇങ്ങനെ കയറി കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നാമ്മ ഇതിൽ ഓരോന്നിലും കയറി കളിക്കുന്നുണ്ട് കേട്ടോ. ആ താഴെ ഒരു ബോർഡ് കണ്ടോ? ഈ ഒരു കോമ്പൗണ്ടിൻ്റെ താഴെയാണ് കേട്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മൃഗാശുപത്രി, ഹോമിയോ, ആയുർവേദം ഒക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വെറ്റിനറി ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മിക്കുവിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വാക്സിനേഷൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി പോയേ. അപ്പോഴേക്കും ഇവിടെ തിരുവാതിരക്കളി തുടങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. തിരുവാതിരക്കളി നമുക്ക് പുറത്ത് വെച്ച് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവർ സ്വാഗത പ്രസംഗവും കാര്യങ്ങളും ഒക്കെ നടത്തി, ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ. അപ്പം ഞാനിവിടെ എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും ഇത് നമ്മുടെ നേഴ്സുമാരാണ് കേട്ടോ, നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ. പിന്നെ തിരിയൊക്കെ തെളിയിക്കാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ. അങ്ങനെ തിരി തെളിയിക്കലും കാര്യങ്ങളൊക്കെ കൂടി കുറച്ചധികം നേരം സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും തിരുവാതിരക്കളി തുടങ്ങി. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആ ഒരു പാട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തരം കുറച്ച് ഭാഗം മാത്രം ആഡ് ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിതേ ഈ ഒരു കുറച്ച് വീഡിയോ മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്കിത് നല്ല വിഷമമുണ്ട്. കാര്യം അവർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്.
കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൽ ആ ഒരു പാട്ട് തന്നെ ഇടണം. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യാനും പറ്റില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ നേരം ഇവരുടെ കളിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. ഒന്നാമത്തെ നല്ല ചൂടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, നല്ല സീനറിയാണ് കേട്ടോ. ആ മലനിരകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇവരെല്ലാവരും കൂടി ഇതേ ഈ ഒരു നിമിഷത്തിലാട്ടോ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത്. ബാക്കി എല്ലാവരും ഒരുമിച്ച് പഠിക്കലൊന്നും ഉണ്ടായിരുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് പഠിച്ചതും ഇതൊക്കെ ചെയ്തതും ഒക്കെ. ഇത്രയും പേര് ഒരുമിച്ച് ഇന്നതേ ആദ്യമായിട്ടാണ് ഈ കളി കളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനും അന്നാമ്മയും വെയിറ്റ് ചെയ്ത നിമിഷം എന്തേ എത്തിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്, അതിനുള്ളൊരു വെയിറ്റ് ചെയ്യലാണ് കേട്ടോ ഈ കാണുന്നത്. അന്നാമ്മ ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല, എനിക്ക് മമ്മിയുടെ ഒപ്പം ഇരുന്നാൽ മതി, മമ്മിയുടെ ഇന്ന് ഞാൻ വാരി കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. മമ്മി വാരി തരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഫുഡിന്. അതുപോലെ തന്നെ പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പായസം അന്നാമ്മി വീണ്ടും വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. കാരണം നമുക്ക് മട്ടിപ്പോവാത്ത രീതിയിലുള്ളൊരു പായസമായിരുന്നേ. സാധാരണ ഗോതമ്പ് പായസം കഴിക്കുമ്പോൾ മട്ടിപ്പോവാറുണ്ട്, പക്ഷെ ഇത് അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. ഇത് നമ്മുടെ ഹെൽത്ത് സെന്ററിലെ നേഴ്സാണ് കേട്ടോ. അന്നാമിനെ കുഞ്ഞിലേ തൊട്ട് അറിയുന്നതാണ്. അന്നാമിക്ക് വൈറ്റമിൻ്റെയും പിന്നെ വാക്സിനേഷനൊക്കെ കൊടുക്കുന്നത് ഈ നേഴ്സായിരുന്നേ. അന്നാമിനെ കുറേ നേരം ഇങ്ങനെ വന്നിരുന്ന് കളിപ്പിച്ച് ചിരിപ്പിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ സമ്മാനദാനമായിരുന്നു. അപ്പം മങ്കയ്ക്കും മങ്കനുള്ള സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് വേറെ ഗിഫ്റ്റും കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞാൻ പപ്പേനെ വിളിച്ചു. ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ പപ്പ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.